ദേശീയപാത താഴ്ന്നു. വീണ്ടും അപകടാവസ്ഥയിൽ യാത്രക്കാർ. മമ്പുറം VK പടിക്കും തലപ്പാറയ്ക്കുമിടയിലുള്ള അരീത്തോട് വലിയ പറമ്പിലാണ് ദേശീയപാത താഴ്ന്നിരിക്കുന്നത്. ഓവുപാലം താഴ്ന്നതിനെ തുടർന്നാണ് ആറുവരിപ്പാതയുടെ സുരക്ഷാ ഭിത്തി അടക്കം താഴ്ന്നിരിക്കുന്നത്. സ്ഥലം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സന്ദർശിച്ചു. വിഷയം സർക്കാർ ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും ജനങ്ങൾ മൊത്തം ഇളകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. കൂരിയാട് ദേശീയപാത തകർന്നതിനു പിന്നാലെ വിവിധ ഇടങ്ങളിൽ വിള്ളലുകളും മറ്റും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് മമ്പുറം VK പടിക്കും തലപ്പാറയ്ക്കും ഇടയിലുള്ള അരീത്തോട് വലിയ പറമ്പിൽ ദേശീയപാത താഴ്ന്നിരിക്കുന്നത്. ദേശീയപാതയ്ക്ക് താഴെ കൂടെ പോകുന്ന ഓവുപാലമാണ് താഴ്ന്നിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് സുരക്ഷാ ഭിത്തിയടക്കം താഴ്ന്നിരിക്കുന്നത്. സുരക്ഷാ ഭിത്തിയിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ആറുവരിപ്പാതയിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അരീത്തോട് മുതൽ സംഭവം നടന്നിട്ടുള്ളതുവരെയുള്ള ആറുവരിപ്പാതയിലൂടെയുള്ള ഗതാഗതമാണ് നിർത്തിവച്ചിട്ടുള്ളത്. ഓവുപാലത്തിന് വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. പല വിള്ളലുകളും ദേശീയപാത നിർമ്മാണ ജീവനക്കാർ ഓട്ടയടച്ചിരിക്കുകയാണ്. വലിയ വിള്ളലുകളാണ് ഓവുപാലത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. കൂടാതെ നടുഭാഗം താഴുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ആളുകൾ ആശങ്കയിലായിരിക്കുകയാണ്. അതേസമയം സ്ഥലം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സന്ദർശിച്ചു. മറ്റൊരു കൂരിയാടാകുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്കുള്ളതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൂടുതൽ വിപത്തുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയം സർക്കാർ ഗൗരവത്തിലെടുത്തിട്ടില്ലെങ്കിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും ജനങ്ങൾ മൊത്തം ഇളകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇത് ഒരു അപകട സൂചന തന്നെയാണ്. കാരണം താഴെ ഓവുപാലം ഒന്ന് ഇരുന്നിരിക്കുകയാണ്. അത് മറ്റൊരു അപകട സൂചനയാണ്. അത് ഉടനെ തന്നെ അധികൃതർ വന്ന് പരിശോധിക്കുകയും ഇത് കൂരിയാട് അവിടെ ഉണ്ടായതുപോലെ ആയിത്തീരും എന്ന പേടിയാണ് ആളുകൾക്ക്. കാരണം അടിഭാഗം ഇരുന്നാൽ പിന്നെ മുകൾ ഭാഗം ഇനിയും മഴ വന്നാൽ കൂടുതൽ ഇരിക്കും എന്നുള്ള പേടിയാണ്. അതെ റോഡ് ഇത് പല ഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അടിയന്തര ശ്രദ്ധ അവിടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടിയന്തരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വിപത്തുണ്ടാവും. അതാണിപ്പോൾ ഇതിൽ മനസ്സിലാവുന്നത്. ഇത് ഓവുപാലമായിരുന്നത്. ഓവുപാലം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് മൊത്തം ഇങ്ങോട്ട് പോരൂലേ. അടിയിലിരുന്നാൽ പിന്നെ മുകളിൽ നിൽക്കുമോ? ഇപ്പോൾ ആളുകൾക്ക് ആ പേടിയാണ്. കാരണം ഇത്രയും ഉയരമുള്ള റോഡല്ലേ. അടിഭാഗം ഓവുപാലം ഇരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപകട സൂചനയാണ്. കൂരിയാട് ഈ സംഭവം ഉണ്ടായതിന് ശേഷം വീണ്ടും പലയിടത്തും ഉണ്ടാകുന്നത് ഇപ്പോൾ വേണ്ടത്ര ഗൗരവത്തിൽ ഇതിൻ്റെ പരിഹാരങ്ങൾ വേഗതയിൽ നടക്കുന്നില്ല എന്ന് തോന്നുന്നു. അല്ല അതൊന്നുമില്ല. കാരണം ഇത് കാര്യങ്ങൾ ശരിയാൻ വേണ്ട നടക്കുന്നുള്ള ഒരു ഹോപ്പിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ആ ഹോപ്പ് പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഇതിനെതിരായിട്ടുണ്ടാവും. കൂരിയാട് വിഷയത്തിൽ ഇപ്പോൾ ഒരു വയഡക്റ്റ് നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നിർദ്ദേശം പറയാനോ എന്തെങ്കിലും? അല്ല, നമുക്കിപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നോക്കിയവരൊക്കെ പാലം വേണം എന്നുള്ള ഒപ്പീനിയൻ തന്നെയാണ് പോയതെന്നാണ്. ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതില്ല എങ്കിൽ ശാശ്വത പരിഹാരമാവില്ല. അതിൻ്റെ മറ്റൊരു തെളിവാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ അത് പിന്നെ വളരെ ഗൗരവത്തിൽ എടുക്കും. കൂടിയാലോചിച്ച് ജനകീയ പ്രക്ഷോഭം ഗവൺമെൻറ് ഫേസ് ചെയ്യേണ്ടി വരും. ഒരു സംശയം ആ കാര്യത്തിൽ. ജില്ലയിൽ പലയിടത്തും ഈ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ജില്ലയിൽ മൊത്തത്തിലൊരു പുനഃപരിശോധന നടത്തണം എന്നുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. അല്ല, ഈ റോഡിൽ അങ്ങനെ പറയുകയാണെങ്കിൽ കൂരിയാടുള്ളതാണ് ഈ കൂരിയാട് ഈ ഭാഗത്തുള്ള ഏറ്റവും വലിയ സംഭവം. അതല്ലാത്ത വിള്ളലും താവലും പൊട്ടലും ഒക്കെ കേരള സംസ്ഥാനത്ത് ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലും ഉണ്ട്. അത് ജില്ലയിൽ മാത്രമല്ല, ജില്ലക്കപ്പുറമുണ്ട്. കാസർഗോഡുണ്ട്, തൃശ്ശൂരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. സീരിയസ് ആയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റാണ്, നമ്മുടെ നാട്ടിലല്ലേ. അപ്പോൾ കുറച്ചും കൂടി ഗൗരവമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയം എടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായ റോഡ് നാട്ടിലൂടെ പോകുന്ന റോഡ് അത് ആളുകൾ ഭയവിഹ്വലരായി കാലാകാലം കഴിയാൻ പറ്റും. ഒരു കൊല്ലത്തിൻ്റെ ഏതാനും ദിവസങ്ങളെല്ലാം ആയുള്ളൂ വർഷകാലത്തിൻ്റെ. ഇനി എന്തെല്ലാം കഴിഞ്ഞു പോകാനുണ്ട്. വലിയ കർക്കിടക മാസം ഉൾപ്പെടെ ഈ കൊല്ലം വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർഷവും റോഡ് എന്ന് പറഞ്ഞത് കുറച്ച് കാലത്തേക്കല്ലേ, ഏതാനും ദിവസത്തേക്കല്ലല്ലോ. പണ്ട് കെട്ടിയ പാലൊന്നും ഒരു പനമ്പുഴ പാലൊക്കെ നിൽക്കുന്നത് കണ്ടു, ഒരു കുഴപ്പമില്ല നിൽക്കുന്നത് കണ്ടില്ലേ. കാലത്രായി തട്ടിക്കൂട്ടിയ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണി ചെയ്യേണ്ടി വരും. അങ്ങനെ കൊണ്ടുവന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ട് കാര്യം നടക്കില്ല.
സമരത്തിലോ പ്രതിഷേധത്തിലോ പോകേണ്ട ആ സമയമായിട്ടില്ലേ? വേണ്ടി വന്നാൽ അത് ആലോചിക്കും. ഇപ്പം തന്നെ ജനകീയ വികാരം പ്രകടമായിട്ടുണ്ട്. ഈ വിഷയം കൂരിയാട് വിഷയം എന്ന് പറയുന്നത് അതിഗൗരവമാണ്. അത് അതിഗൗരവമായിട്ട് തന്നെയാണ് ജനങ്ങളെടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഓപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗവൺമെൻറ് അതിൽ വല്ല അയവും കാണിക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. പ്രതിപക്ഷം വലിയ വിഷയമാക്കും, ജനങ്ങൾ മൊത്തളകും. അതുതന്നെയാണ് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.